എന്ന് ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് പല മീഡിയാസ് ഉണ്ട്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ആപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ അധികം യൂത്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽ ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാം ഏകദേശം ഏജ് ഗ്രൂപ്പ് നമുക്ക് വരുന്നൊരു 15 to 40 ഏജ്. ഇതാണ് ഇൻസ്റ്റഗ്രാമിന്റെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല കണ്ടന്റ് ആണെങ്കിൽ 5 പൈസ ചെലവില്ലാണ്ട് മില്യൺ വ്യൂസ്, അതായത് ഒരു 10 ലക്ഷം പേരിലോട്ട് നമുക്ക് ആഡ് പോകണമെന്നുണ്ടെങ്കിൽ എത്ര പൈസ സ്പെൻഡ് ചെയ്യണം? അല്ലെങ്കിൽ നമ്മളൊരു ഹോർഡിങ്സ് ഏതെങ്കിലും ഒരു ജംഗ്ഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റി സെന്ററിലോ നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം. അത്രയ്ക്കും പവർഫുൾ ടൂളാണ് സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ലേഡി ടേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ യൂട്യൂബാണ്. യൂട്യൂബ് ഷോർട്സ് ലേഡീസ് അധികം യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ പല മെട്രിക്സിന്റെ മുകളിൽ നമ്മൾ പറയുന്നതാണ്. അതുപോലെ ഫേസ്ബുക്ക് യൂഷ്വലി ഒരു 30 to 60, 70 ഏജാണ് ഫേസ്ബുക്ക് കിടക്കുന്നത്. അങ്ങനെ ഒരു ടാർഗറ്റിനെയാണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് പോയാൽ മതി. ഇനി ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കറിയില്ല ഈ മാർക്കറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഈ പറയുന്ന കമ്പനികളൊക്കെ മെറ്റ എന്ന് പറഞ്ഞ ഒരു കമ്പനീന്റെ അണ്ടറിലാണുള്ളത്. അപ്പം മെറ്റ ആഡ് കമ്പൈൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഫസ്റ്റ് ആഡ് എന്തായാലും നിങ്ങൾ ഒരു ട്രയൽ റൺ പോലെ ചെയ്യേണ്ടി വരും. ഒരു 2000 രൂപ 3000 രൂപയ്ക്ക് ഒരു മെറ്റ ആഡ് ചെയ്യാം. ഈ മെറ്റ ആഡ് ചെയ്യാൻ അറിയാത്ത പലരും ഉണ്ടാവും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. മെറ്റ ആഡ് ഈസി ആഡാണ്. ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡാണ് മെറ്റ ആഡ് എന്ന് പറയുന്നത്. അത് ഇതിനെക്കുറിച്ച് തീരെ ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിൽ നമുക്ക് നേരെ വാട്സപ്പിൽ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് കാറ്റലോഗ് ക്രിയേഷൻ ഇതൊക്കെ കാരണം ഡീറ്റെയിൽ ആയിട്ട് പോകാണെങ്കിൽ കുറെ സമയം എടുക്കുന്ന ടോപ്പിക്സ് ആണ്. ഈ വാട്സപ്പ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്ത് ഈ വാട്സപ്പ് കാറ്റലോഗ് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ആഡ് പോകേണ്ടത്? നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോകണം, ഫേസ്ബുക്കിൽ പോകണം, ഈ അതിനുള്ള ഓപ്ഷൻ വാട്സപ്പ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ വാട്സപ്പിൽ പോസിബിൾ അല്ല. വാട്സപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സെയിം വാട്സപ്പ് പ്ലാറ്റ്ഫോം തന്നെയാണ്. കുറച്ച് ബിസിനസ് ടൂൾസ് ഒക്കെ അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമ്മൾ നല്ല കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കാറ്റലോഗ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ലീഡ് നേരെ നമ്മുടെ ഫോണിലോട്ട് വരും. നമ്മളിപ്പോൾ പല ആൾക്കാരും മെസ്സേജ് ചെയ്യുന്ന പോലെ നമ്മുടെ ഫോണിലോട്ട് ലീഡ് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് നേരെ അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് തിരിച്ച് വിളിക്കണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയം ത്രൂ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ആൽഗരിതത്തിന്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഓൺ ടൂറിസം. നമ്മൾ ടൂറിസത്തിന്റെ കണ്ടന്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇന്നൊരു റിസോർട്ടിന്റെ വീഡിയോ അല്ലെങ്കിൽ ആ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നാളെ പോകുന്ന വഴിക്ക് റോഡിലൊരു കുഴിയുണ്ട്, പറയണേ ഈ കുഴി ഇതാണ് അവസ്ഥ, ഇങ്ങോട്ട് ആരും വരുന്നത്. അപ്പൊ ഒരു പോസിറ്റീവ് കണ്ടന്റ് ഒരു നെഗറ്റീവ് കണ്ടന്റും ഈ ആൽഗരിതം കൺഫ്യൂസ് ആയി പോവാണ്. ഇവൻ ഏത് ഏരിയയാണ് ടാർഗറ്റ് ചെയ്യുന്നുള്ളത് ഈ ആൽഗരിതത്തിന് തന്നെ മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് ഡേയും അവൻ ഈ പറഞ്ഞ പോലെ വേറൊരു യൂണിക് എക്സ്പീരിയൻസിന് വേണ്ടി വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്മളെ പ്രൊഫൈലിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങും. നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പല ആൾക്കാരും ചെയ്യുന്നതാണ്. ഞാൻ തന്നെ